ഇത് ഇന്നലെ ഇന്നായിട്ട് എന്റെ ഡാഡി എന്തിനാ കുടിപ്പിക്കുന്നു? നിന്റെ ഡാഡി എന്തൊക്കെ ചെയ്താലും അത് നിന്റെ നല്ലതിന് വേണ്ടിയാ. നോ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ്. മനസ്സിലായി. മറയത്തൊളി കണ്ണാൽ നോക്കി നിൽക്കാൻ നിന്നെ പെണ്ണെ, ഇരവും പകലും ഞാൻ കാത്തിരിക്കാം നിന്നെ പെണ്ണെ, ഈറൻ നിലാവിൽ തൂമഞ്ഞു പോലെ ഞാൻ എന്നതെല്ലാം നീയാകുമെങ്കിൽ മറയത്തൊളി കണ്ണാൽ നോക്കി നിൽക്കാം നിന്നെ പെണ്ണെ. വീണ്ടും ഇങ്ങനത്തെ സ്വപ്നങ്ങൾ കാണുന്നത് എന്താന്ന് മനസ്സിലാവുന്നില്ലല്ലോ. അതിൽ ഞാനും ശിവാനിയും ആ സ്ഥലം ഏതാന്ന് മനസ്സിലാവുന്നില്ലല്ലോ. അങ്ങനെ ഒരു സ്ഥലം ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ലല്ലോ. ഇപ്പോൾ എന്റെ മുന്നിലുള്ളത് ഈ ഒരു മാർഗം മാത്രമേ ഉള്ളൂ നീലി. എന്തെങ്കിലും ചെയ്ത് ഈ ജലം ത്രിവിക്രമനെ കൊണ്ട് കുടിപ്പിച്ചേ പറ്റും. എന്തെങ്കിലും ചെയ്ത് കുടിപ്പിക്കണം. പക്ഷേ ശിവാനി അതത്ര എളുപ്പമല്ല. നിന്റെ മേൽ സംശയമുണ്ടായ എന്തെങ്കിലും ചെയ്ത് നമ്മളത് സാധിച്ചെടുത്തേ പറ്റും നീലി. ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത് ഈ ഒരു വഴി മാത്രം. അതൊക്കെ എനിക്കറിയാം ശിവാനി. പക്ഷേ നിന്നോട് എന്തെങ്കിലും സംശയം തോന്നിയാൽ മുന്നോട്ടുള്ള ദിവസങ്ങൾ പിന്നെ കഷ്ടത്തിലായി പോകും. എന്ന് വെച്ച് കൈയും കെട്ടി ചുമ്മാതിരിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഇത്രയൊക്കെ ചെയ്ത് അവനെ കുടിപ്പിച്ചിട്ടും അവനൊന്നും സംഭവിച്ചില്ലെങ്കിൽ? ഒരിക്കലുമില്ല. ഗുരുദേവൻ പറഞ്ഞത് പ്രകാരം അവൻ ആദിശേഷൻ തന്നെയാണെങ്കിൽ ഇത് കുടിച്ച ഉടനെ അവന്റെ ഓർമ്മകളിൽ മാറ്റമുണ്ടാകും. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം അവൻ കൃത്യമായി ഉത്തരം നൽകും. അതും ഞങ്ങൾക്ക് രണ്ടാൾക്കും മാത്രം അറിയുന്ന കാര്യമായിരിക്കും. എന്റെ ആദിശേഷന്റെ ഇടയിൽ നടന്ന സംഭവങ്ങൾ അവൻ ആദിശേഷനാണെങ്കിൽ അതൊക്കെ അവന് തീർച്ചയായും ഓർമ്മ വരില്ലേ നീലി? പക്ഷേ എന്ത് കാരണം പറഞ്ഞ് നീ ആ വീട്ടിലേക്ക് പോവും? എങ്ങനെ അവനെ കൊണ്ട് ആ ജലം കുടിപ്പിക്കും? എന്ത് മാർഗമാ ഉള്ളത്? ഞാനും അത് തന്നെ ആലോചിച്ചോണ്ടിരിക്കുന്നേ. ഒട്ടും സംശയിക്കണ്ട, ആ തൃശൂല് വന്നതായിരിക്കും ശല്യം ചെയ്യാനായിട്ട്. ഹായ്. എന്താ ഇയാളകത്തേക്ക് വിളിക്കുന്നില്ല? ഹായ്, സോറി. വരൂ, പ്ലീസ് കം.
ഹായ്. ഇതാണ് ശരിയായ സമയം. ത്രിവിക്രമനായിട്ട് ഇങ്ങോട്ട് വന്നതല്ലേ, ഇപ്പൊ തന്നെ ആ മാന്ത്രിക ജലം അവനെ കൊണ്ട് കുടിപ്പിക്കണം. എനിക്ക് ഞാനിപ്പോ വരാം. ഓക്കെ. ഗരുഡാ, ഗരുഡാ, പറയൂ മഹാമായി. ഇതിനുള്ളിൽ ത്രയംബകന്റെ ശിഷ്യന്റെ ആത്മാവുണ്ട്. പല രൂപത്തിലായി വന്ന അവന്റെ ആത്മാവിനെ ഞാൻ എന്റെ ശക്തി ഉപയോഗിച്ച് തളച്ചുകൊണ്ട് ദിഗ്ബന്ധനം ചെയ്തിരിക്കുകയാണ്. നീ ഇതെടുത്തുകൊണ്ട് പോയി പുഴയുടെ തീരത്തുള്ള പൂജ നടക്കുന്ന സ്ഥലത്ത് ത്രിസന്ധ്യ നേരത്ത് ഏതെങ്കിലും ഒരു മരത്തിന്റെ ചുവട്ടിൽ ഇത് കുഴിച്ചിടണം. ഒപ്പം ഇതും കൂടി കുടിച്ചിട്ട് വാ. ശരി മഹാമായി. ത്രിവിക്രമ, ഗോവിന്ദ, എന്താ ചേച്ചി? ത്രിവിക്രമനെ നീ എവിടെങ്ങാനും കണ്ടോ? കണ്ടില്ലല്ലോ. ഞാനും അവനെ നോക്കി നടക്കുന്ന, പക്ഷെ എവിടെയെങ്കിലും കാണാനില്ല. എവിടെ പോയതായിരിക്കും ഇവൻ? തൃശൂർ. ത്രിവിക്രമനെ കണ്ടിരുന്നോ നീ? ഞാനും കൊച്ചു മുതലാളി അന്വേഷിച്ച് ഇവിടേക്ക് വന്നേ. ബോസ് ഇവിടെ ഇല്ലെന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. നീ അറിയാതെ അവൻ എവിടെയും പോവില്ലല്ലോ. നീ എപ്പം നോക്കിയാലും അവന്റെ കൂടെ തന്നെയല്ലേ ഉണ്ടാവുന്നത്. ബോസ് എവിടേക്ക് പോയെന്ന് എനിക്ക് അറിയില്ല. നിനക്ക് ഒരു മിനിറ്റ്, ഞാനൊന്ന് ഫോൺ ചെയ്ത് നോക്കട്ടെ. തൃശ്ശൂർ. ഇത് എവിടെയുള്ള വീട്ടിൽ അന്വേഷിക്കുന്നുണ്ടെന്നേ. അത് ഞാൻ പ്രോജക്റ്റിന്റെ കാര്യത്തിന് വേണ്ടി ഒന്ന് പുറത്തു വന്നതാ. പറഞ്ഞിരുന്നെങ്കിൽ ഞാനും വരില്ലായിരുന്നു കൊച്ചു മുതലാളി. എന്നെ വിളിക്കാതെ എന്താ പോയത്? ഇല്ല തൃശ്ശൂർ, നീ ഒരു കാര്യം ചെയ്യ്. രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് നീ പ്രകാശിനെ കാണും. അയാൾ കുറച്ച് പേപ്പേഴ്സ് തരാണ്ട്, നീ അത് പോയിട്ട് കളക്ട് ചെയ്തിട്ട് വാ. ശരി കൊച്ചു മുതലാളി, ഞാൻ ഇപ്പൊ തന്നെ അവിടേക്ക് പോയിട്ട് അത് വാങ്ങിച്ചിട്ട് വരാം. ഓക്കെ. അതായത് കൊച്ചു മുതലാളി എന്തോ പ്രൊജക്ടിന്റെ കാര്യത്തിന് വേണ്ടി പുറത്തേക്ക് പോയതാ. എവിടെ അവൻ ഈ വീട്ടിലില്ലാതിരിക്കുമ്പോ നിനക്കിവിടെ എന്താ കാര്യം? പോടാ പോടാ. സാധാരണ ഞാൻ കോഫി കുടിക്കാറില്ല. സാരില്ല, കുടിച്ചോളൂ. ഞാൻ നിങ്ങൾക്ക് വേണ്ടിട്ടുണ്ടാക്കിയത്. ശരി, തന്നോളൂ. എന്തെങ്കിലും നോക്കിയിരിക്കുന്നേ? കോഫി കുടിക്ക്. ഓക്കെ. അത് പിന്നെ ദിവസം എത്ര നേരം പെയിന്റിംഗ് ചെയ്യും? യൂഷ്വലി ഞാൻ പെയിന്റ് ചെയ്യുമ്പോൾ എൻ്റെ സബ്ജക്റ്റ് എത്ര നല്ലതാണോ അത്രയും നല്ലതായിരിക്കും എൻ്റെ പെയിന്റിങ്ങും. പക്ഷെ തൻ്റെ സൗന്ദര്യമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ആ പെയിന്റിങ്ങിനോട് ഞാൻ ഒട്ടും ജസ്റ്റിസ് ചെയ്തിട്ടേ ഇല്ല. ബട്ട് സ്റ്റിൽ
പെയിന്റിങ് നന്നായെന്ന് താൻ പറഞ്ഞല്ലോ, സോ താങ്ക് യു. നിൽക്കവിടെ. ഇതെന്താ ഇത്? ഞാൻ ഇവിടെ എങ്ങനെ എത്തി? അന്ന് അവളെ കുഴിച്ചിട്ടത് ഇതേ സ്ഥലത്ത് തന്നെയല്ലേ? ന്യായമാണ് വേണ്ടത് എനിക്ക്. വിടില്ല ഞാൻ, ആരെയും വിടില്ല ഞാൻ. എന്താ ഇതൊക്കെ? എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ തോന്നേ? അയ്യോ, എന്റെ ചുറ്റിലും എന്തൊക്കെ വിചിത്രമായിട്ട് നടക്കുന്നുണ്ടല്ലോ. ദൈവമേ, ത്രിവിക്രം, ത്രിവിക്രം, ഞാൻ പറയുന്നത് നിനക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ?
നിനക്ക് ഞാൻ ആരാണ്, നിനക്ക് എന്നെ കുറിച്ച് എന്താ തോന്നുന്നേ? അത് ഇയാള് മറ്റുള്ള പെൺകുട്ടികളെ പോലെയല്ല. അതെന്താന്ന് എനിക്ക് അറിയില്ല. അതെന്താന്ന് എനിക്ക് അറിയാനും പാടില്ല. എന്നുവെച്ചോ? തന്നെ കാണുമ്പോഴൊക്കെ എനിക്ക് എന്തോ പോലെ. എന്താ തോന്നാറ്? എന്നോട് പറ. തന്നെ കാണുമ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു ഫീല്. തൻ്റെ കണ്ണുകൾ എപ്പോഴും എൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക. താൻ എൻ്റെ കൂടെ ചെലവഴിച്ച സമയമൊക്കെ ഒരുപാട് സന്തോഷം നിറഞ്ഞത്. താൻ എപ്പോഴും എൻ്റെ സ്വപ്നത്തിലും വരാറുണ്ട്, എപ്പോഴും വരാറുണ്ട്. അതെന്താന്ന് മാത്രം അറിയില്ല എനിക്ക്. ആണോ? അതെ, എന്താന്ന് അറിയില്ല ശിവാനി. തന്നെ കാണുമ്പോഴൊക്കെ വല്ലാത്തൊരു ഫീൽ തന്നെയാണ്. ലാസ്റ്റ് ടൈം താൻ എൻ്റെ വീട്ടിൽ വന്നപ്പോഴും എനിക്ക് അങ്ങനെ തന്നെയായിരുന്നു. അന്ന് മുതലാണ് ഞാനിത് തിരിച്ചറിഞ്ഞത്. പക്ഷെ തന്നോട് ഞാനിത് പറഞ്ഞില്ല. എന്നിട്ട് ഞാനെന്തും എല്ലാവരോടും തുറന്നു പറയുന്ന കൂട്ടത്തിലാണ്. പക്ഷെ തന്നോടുള്ള ഫീൽ എനിക്ക് പറയാൻ പറ്റുന്നേ ഇല്ല. എന്താ ചെയ്യാ? വാക്കുകളിലൂടെ പറയാൻ എനിക്ക് പറ്റുന്നേ ഇല്ല. അല്ല, നിനക്ക് പഴയ കാര്യങ്ങൾ വല്ലതും ഓർമ്മ വരുന്നുണ്ടോ? പഴയതോ? പഴയതൊന്നും എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഇന്നലെ ഞാൻ കണ്ട സ്വപ്നം വളരെ മനോഹരമായിരുന്നു. അതെന്താന്ന് മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല. സ്വപ്നം? എന്താ പറ. ത്രിവിക്രം, പറ. അത് ഏതോ ഒരു കാട്ടുപ്രദേശം പോലെയായിരുന്നു. താൻ അവിടെ കുളിക്കുകയായിരുന്നു. ഞാൻ ആരെയോ തേടി നടക്കുകയായിരുന്നു അവിടെ. ആ സ്ഥലത്ത് ഒരു നല്ല കുളം ഉണ്ടായിരുന്നു. ആ കുളത്തിൽ നിന്ന് താൻ എഴുന്നേറ്റ് വന്നു. ഞാൻ വന്ന് തനിക്ക് വസ്ത്രങ്ങളെല്ലാം എടുത്തു. താൻ എൻ്റെ മുമ്പില് ചിരിച്ചുകൊണ്ടേ നിൽക്കുകയായിരുന്നു. പക്ഷെ ഇതൊക്കെ എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷെ അത് നല്ല സ്വപ്നമായിരുന്നു. നല്ല സ്വപ്നം. എന്നിട്ട് എന്താ ഉണ്ടായേ? ത്രിവിക്രം, 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 പറ. സ്വപ്നത്തില് നീ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്, അതോ വേറെ ആരെങ്കിലും ആണോ? ത്രിവിക്രം, ത്രിവിക്രം,
ശിവാനി, അപ്പോ നമ്മൾ വിചാരിച്ച പോലെയാ നടന്നത്. അതെ നീലി, ഈ വിവരം നമുക്ക് എത്രയും പെട്ടെന്ന് ഗുരുദേവനെ അറിയിക്കണം. അപ്പോ ഇനി ഇവനെ നമ്മൾ എന്ത് ചെയ്യും? ഇവനെ കൊണ്ടുപോയി വീട്ടിലാക്കിയിട്ട് വാ. ഇവിടെ നടന്നതെല്ലാം മറന്നിരിക്കണം. നീ വേണ്ടത് ചെയ്. ശരി. അപ്പോ ത്രിവിക്രം തന്നെയാണ് ആദിശേഷൻ എന്നതിന് ഇനി ഒരു തെളിവും ആവശ്യമില്ല. അമ്മേ. ആകെ പെട്ടുപോയല്ലോ ദൈവമേ. എന്തെന്റെ പിന്നാലെ കൂടിയിരിക്കുന്നേ? ആ ജോലിക്കാരിയെ അന്ന് ഞാൻ കുഴിച്ചിട്ട് അതേ സ്ഥലത്ത് നിന്ന് മരിച്ച് ഇവിടം വരെ എന്നിട്ട് ഓടിച്ചു. അയ്യോ, ഇനി ഇതൊക്കെ എന്റെ തോന്നൽ മാത്രമാണ്. ഓ, അല്ല, ശിവാനിയുടെ വീട്ടിലേക്ക് പോകുമ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കും. ശ്ശേ. ഓ, അന്ന് വീട്ടിൽ പാമ്പിനെ കണ്ടല്ലോ. അതിന് ഇവിടുന്ന് മറ്റോ ആണോ? ശ്ശേ, എനിക്കെന്താ എപ്പോഴും ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതൊക്കെ എന്റെ തോന്നൽ മാത്രമാണോ അതോ ശരിക്കും സംഭവിക്കുന്നുണ്ടോ? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. ഇതിനെന്തായാലും ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കണം.